വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് പഠനം ഒരു പ്രശ്നമാണോ? അല്ലെങ്കിൽ രക്ഷിതാക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പഠനം ഒരു പ്രശ്നമാണോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനവുമായിട്ടുള്ള പ്രശ്നം, അതിലൊന്നാമത്തേത് പഠന വൈകല്യങ്ങളാണ്. തീർച്ചയായിട്ടും ആ പഠന വൈകല്യങ്ങൾക്ക് ശരിയായിട്ടുള്ള കണ്ടെത്തലും അതിൻ്റെ ചികിത്സയും ആവശ്യമാണ്. എന്നാൽ പരാതിയുമായി വരുന്ന ഏറെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അനുഭവിക്കുന്ന പ്രശ്നം വൈകല്യങ്ങളല്ല, ഏറെ വേഗം പരിഹരിക്കാൻ പറ്റുന്ന മറ്റു പ്രശ്നങ്ങളാണ്. അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ഏറെ പണം ചെലവഴിക്കുന്ന പേരൻസ് ഉള്ളൊരു കാലമാണ് ഇപ്പോൾ. എന്തിനാണെന്നറിയാതെ പണം ചെലവഴിക്കുന്നുണ്ട്. ചിലർ കൂടുതൽ ട്യൂഷൻ കൊടുക്കും, ചിലർ സ്കൂൾ മാറ്റും, ചിലർ കോളേജ് മാറ്റും, ചിലപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ മാറ്റിയെടുക്കും ചില ആളുകൾ. പക്ഷേ പ്രശ്നം മാത്രം ആരും പഠിക്കുന്നില്ല. ആ അർത്ഥത്തിൽ ഈ വീഡിയോയ്ക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അവസാനം വരെ ഇത് കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഈ പഠനത്തിന് ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവും. ചിലപ്പോൾ കാല് കഴിക്കും. ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന് പറയുന്നൊരു പരാതിയാണ്, ഇരിക്കുമ്പോൾ കാല് കഴിക്കുക. കുറച്ചു നേരം കാലം എവിടെയെങ്കിലുമൊക്കെ പൊക്കി വെച്ചൊക്കെ ഇരുന്നാലും അത് പരിഹരിക്കപ്പെടത്തില്ല. വേറെ കുറേ കുട്ടികൾ പെട്ടെന്ന് എഴുന്നേറ്റങ്ങ് പോകും. ചിലപ്പോൾ അവരിരുന്ന് ഉറക്കം തൂക്കും. അറിയാതെ തൊട്ടടുത്ത് മൊബൈലൊക്കെ ഇരിപ്പുണ്ട്, അതെടുത്ത് ചുമ്മാ ഒന്ന് നോക്കും. എന്തിനേറെ കളിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വീട് വിട്ടിറങ്ങി പോകുന്നത് പോലും പഠന പ്രശ്നങ്ങളാകാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെന്തോ വൈകല്യങ്ങളെന്ന നിലയിലാണ് കണ്ടുവരുന്നത്. സത്യത്തിൽ അവർ ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുകയാണ്, രക്ഷപ്പെടാനുള്ള ഒരു മെക്കാനിസമാണിത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമുക്ക് സഹായിക്കാൻ പറ്റും വളരെ വേഗം. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. നമ്മൾ പൊതുവേ പേരൻസ് ചെയ്യുന്നതിനെ അങ്ങ് ജനറലൈസ് ചെയ്യുകയാണ്. ആ ജനറലൈസേഷൻ കൊണ്ട് കിട്ടേണ്ട ശരിയായ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടാതെ പോകും. കാടടച്ച് വെടിവെക്കുക എന്നൊക്കെ പറയില്ലേ, അത് ഒരു നല്ല രീതിയല്ല. അവരനുഭവിക്കുന്ന ശരിയായ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയുണ്ട്. അതിനാദ്യം പഠനം എന്താണെന്ന് മനസ്സിലാക്കണം. പഠനം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അല്ല, സങ്കീർണമല്ലാത്തത് എന്താണ്? നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്ന ഒരു വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയല്ലേ? കലകൾ ഓരോന്നും എടുക്കുക, കലകളൊക്കെ സങ്കീർണമല്ലേ? ഏതാണ് സങ്കീർണമല്ലാത്തത്? നമ്മുടെ ശരീര ഘടന മുഴുവനും വളരെ സങ്കീർണമാണ്. സങ്കീർണം എന്ന് കേട്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഇത് സങ്കീർണമായിരിക്കുന്നത്? അവർക്ക് പലയിടത്തു നിന്ന് കിട്ടുന്ന അറിവുകളെ കോർത്തിണക്കാൻ, അത് ഓർത്തു വയ്ക്കാൻ, കൃത്യമായ സമയത്ത് അത് പരിശീലിച്ച് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ, അപ്പോഴാണ് ശരിക്കും പഠനമാകുന്നത്, അത് അവർക്ക് ഉപകരിക്കുന്നത്. പരീക്ഷയുടെ അർത്ഥത്തിലും അങ്ങനെയാണ്. പഠിച്ചതൊക്കെയും കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ശരിയായിട്ട് ഓർത്തെടുത്ത് മറ്റു രീതിയിലേക്ക് മാറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില പ്രായോഗികമായ പരിശീലനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴേ പഠനം വിജയിക്കത്തുള്ളൂ. പഴയ കാലത്തൊക്കെ തലച്ചോറ് മാത്രം നിർവഹിക്കുന്ന ഒരു പ്രക്രിയയാണ് പഠനമെന്ന് കരുതിയിട്ടുണ്ട്. ഇന്നതൊക്കെ മാറി. ശരീരത്തിൻ്റെ ആകമാനമായ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടാണ് പഠനത്തെ നമ്മൾ കാണുന്നത്. എങ്കിലും തലച്ചോറിനുള്ള അപ്രമാദിത്വ പ്രാധാന്യം തള്ളിക്കളയാൻ കഴിയില്ല. ഉദാഹരണമായി തലച്ചോറിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, നമ്മുടെ തലച്ചോറിലെ ഓരോ ന്യൂറോൺസും കണക്ട് ചെയ്യപ്പെട്ട് അറിവ് ശേഖരിക്കാനും നിലനിർത്താനും ഉള്ള ശേഷിയും കഴിവുമൊക്കെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. അത് പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തത് സെൻസറി ഓർഗൻസ്. നമ്മൾ ഒരു ക്ലാസ്സിൽ കുട്ടി അധ്യാപകനെ കാണുന്നതും അധ്യാപകൻ്റെ ചലനങ്ങളും ബോർഡിൽ എഴുതുന്നതും കുട്ടികളുടെ റെസ്പോൺസും അവൻ തന്നെ വായിച്ചെടുക്കുന്നതും ഇതെല്ലാം കണ്ണും കേൾവി ഉൾപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ വഴിയാണല്ലോ. ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു സെൻസറി ഓർഗൻസിൻ്റെ തന്നെ ഏകോപനം വേണം. അവിടെയാണ് ഈ പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. കണ്ടതിനെയും കേട്ടതിനെയും ഒക്കെ മറ്റൊന്നാക്കി മാറ്റി ഓർമ്മയിലും അത് പ്രായോഗിക തലത്തിലും കൊണ്ടെത്താൻ, അതൊരു അഭിപ്രായമായി രൂപപ്പെടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് മോട്ടോർ സെൻസറി ആക്ടിവിറ്റിയാണ്. അതും
തീർച്ചയായിട്ടും ബ്രെയിനുമായിട്ട് കൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, ആക്ടിവിറ്റി, ആക്ഷൻ, ഇതൊക്കെ വലതു ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും ഈ വ്യവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. അതിൽ നമുക്കറിയാമല്ലോ ഗ്ലാൻഡുലർ സിസ്റ്റം വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ഗ്ലാൻഡുകളുടെ അധികരിച്ച പ്രവർത്തനം കൊണ്ട് പഠന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കുണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺസ്, അതുപോലെ അധികരിച്ച ഭക്ഷണം, അധികരിച്ച സംസാരം, ഇതൊക്കെ പലതരത്തിലുള്ള ലക്ഷണങ്ങളായി നമുക്ക് കാണേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ ഹോർമോൺ ഇംബാലൻസ് ആയിട്ടും അതുപോലെ നമ്മുടെ പഠനത്തിന് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഘടകങ്ങളായിട്ടും കാണേണ്ടതുണ്ട്. അഞ്ചാമത്തത് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമുക്കറിയാം നല്ല പഠിതാക്കൾ പലർക്കും പഠിക്കാൻ കഴിയാത്തത് അവരുടെ ഈ പ്രതിരോധ വ്യവസ്ഥ താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ്. സൈറ്റോകൈൻസ് പോലെ ഉള്ള മോളിക്യൂൾസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രതിരോധ സംവിധാനം കുട്ടിക്ക്, അത് ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും ഈ പ്രതിരോധം ഒരു അത്യാവശ്യമായ കാര്യമാണ്. ഇതും കുട്ടിയുടെ പഠനത്തെയും പഠന പ്രശ്നത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോഴും അറിയേണ്ട കാര്യമാണ്. അടുത്തത് ആറാമത്തത് കാർഡിയോ വാസ്കുലർ സിസ്റ്റമാണ്. നമുക്കറിയാം ഈ ഹൃദയവും ശ്വസന വ്യവസ്ഥയും കൂടെ ചേർന്ന് നിർവഹിക്കുന്ന വലിയ ഫങ്ഷൻ, ഓക്സിജൻ ആണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും ശരിയായി അത് തലച്ചോറിലെത്തിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ അനിവാര്യമായ വ്യവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് ബ്രെയിൻ ഫങ്ഷൻസ് ഒപ്പം പഠനങ്ങൾ അത് സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഏഴാമതായി ഗട്ട് മൈക്രോബയോട്ട. നമ്മുടെ ഉദരസംബന്ധമായ ഗുണകരവും ദോഷകരമായ ധാരാളം അതിസൂക്ഷ്മ ജീവികൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീര വ്യവസ്ഥയെയും പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സ്വാധീനം വഴിയായിട്ട് പഠന പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകാറുണ്ട് എന്നുള്ളത് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എട്ടാമത്തെ പഠന പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടികളുടെ വൈകാരിക പ്രശ്നങ്ങളാണ്. അവരനുഭവിക്കുന്ന സ്ട്രെസ്സ്, അവർ വീട്ടിലെ പ്രശ്നങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ഇമോഷൻസും ഫീലിങ്സും, ഇതൊക്കെ തന്നെ അവരുടെ പഠനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതൊക്കെ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ഈ പറഞ്ഞ 8 കാര്യങ്ങൾ കൃത്യമായി ഒന്ന് തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായി പരിഹരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പഠിതാവായി, നല്ല വിദ്യാർത്ഥിയായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് പഠനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവിലേക്കുള്ള ഒരു പ്രക്രിയയായിട്ടല്ല, മറിച്ച് ജീവിതകാലം മുഴുവനും നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയായിട്ടാണ് പഠനത്തെ നമ്മൾ കാണുന്നത്. കാരണം അപ്ഡേഷൻസ് ഇല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശാസ്ത്രലോകം അതിവേഗം കുതിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് കിട്ടുന്ന അറിവുകളൊക്കെ ഈ പഴയ അറിവുകളോട് ചേർത്ത് വെച്ച് അത് നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഏതൊരു ഫീൽഡിലും മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഡോക്ടർ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും നല്ല എൻജിനീയർ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ടീച്ചർ എന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഫീൽഡിലാണ് തുടർ പഠനം ആവശ്യമില്ലാത്തത്? അതുകൊണ്ട് പഠനം ഒരു കല തന്നെയാണ്. അത്തരത്തിൽ അതിനെ മനസ്സിലാക്കി അത് തുടർ പ്രക്രിയയായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശാരീരികമായി ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെങ്കിൽ ഈ മാനസിക തലങ്ങൾ കൂടെ വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഠന പ്രശ്നങ്ങളിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. കൂടുതൽ ആൾക്കാരും അവരുടെ പഠന പ്രശ്നമായി വന്ന് അവതരിപ്പിക്കുന്നത് ഏകാഗ്രതയില്ലെന്നാണ്. പേരൻസ് തന്നെ പറയാറുണ്ട്. അങ്ങനെ ഒരിടത്ത് തന്നെ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ പല കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷനായിട്ട് മാത്രം കാണുന്നതുകൊണ്ടാണ് അതൊരു പ്രതിസന്ധിയാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷനോട് ചേർന്ന് മനസ്സിലാക്കേണ്ടത് അവെയർനെസ്സാണ്. എന്താണ് പഠിക്കുന്നത്? പഠിച്ചു തീർക്കേണ്ടതിൻ്റെ ബൗണ്ടറി എവിടെയാണ് കിടക്കുന്നത്? അതിൻ്റെ ചെറിയ ചെറിയ ഹെഡിങ്സ് ഏതൊക്കെയാണ്? അതിനോട് ചേർന്ന് വരുന്ന കൊച്ചു കൊച്ചു ആശയങ്ങൾ, ആ ആശയങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചെറിയ വാക്കുകൾ, സെൻറ്റൻസുകൾ എന്ന രീതിയിലോട്ട് ഒരു അവെയർനെസ്സോടുകൂടി പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺസെൻട്രേഷൻ ഒരു പ്രശ്നമാവില്ല. കുട്ടികൾക്ക് ഒരു സിനിമ കാണുമെന്നിരിക്കട്ടെ, അവിടെ കോൺസെൻട്രേഷൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. കൂട്ടുകാരോടുത്ത് സല്ലപിക്കുന്നു, കളിക്കുന്നു, ഇവിടെ എങ്ങും കോൺസെൻട്രേഷൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. അവർക്കൊക്കെ ആ സാഹചര്യത്തിലൊരു
അവെയർനെസ് ഉണ്ട്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്ന് കരുതി പഠനത്തിനൊരു എഫർട്ട് വേണ്ടെന്ന് വിചാരിക്കരുത്. നമ്മൾ സിനിമ കാണുമ്പോഴും കൂട്ടുകാരടുത്ത് കളിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഏറിയ പങ്കും നമുക്ക് അനുഭവമുള്ളതും അധികം ശ്രദ്ധ വേണ്ടാത്തതുമാണ്. ഇന്ന് ഇവിടെ നോക്കുക, ഇവിടെ എല്ലാം പുതിയതാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പുതിയ കാര്യങ്ങളാണ്. അതിന് അതിൻ്റേതായ ഏകാഗ്രത, ശ്രദ്ധ അനിവാര്യമാണ് താനും. അതുകൊണ്ട് ഈ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പരിഹരിച്ചെങ്കിൽ മാത്രമേ പഠനം വിജയിക്കുകയുള്ളൂ. കുട്ടികൾ അനുഭവിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഡിഫിക്കൽറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അവർ മനസ്സിലാക്കുന്നതിനകത്ത് പ്രശ്നമുണ്ട്. അവർ പൊതുവേ പറയുന്ന ഒരു പ്രതിസന്ധിയാണ്. കാര്യങ്ങൾ പഠിക്കാൻ അവർ ഓക്കെയാണ്, ഫോക്കസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതിന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന മറ്റെന്തെങ്കിലും ഒന്നുമായിട്ട് അതിനൊരു ബന്ധം വേണം. ഇപ്പോൾ ഒരാളെ നമ്മൾ കണ്ണ് കെട്ടി ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് അതെല്ലാം കണ്ടിട്ട് കണ്ണ് കെട്ടി തന്നെ അയാളെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇനി അയാൾക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ എത്തിയാൽ ഇന്നതാണെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ഈ പ്രശ്നം പഠനത്തിലുമുണ്ട്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിലുള്ളതിനോട് അതിനെ ബന്ധിപ്പിക്കാൻ പറ്റണം. ചില ഇമേജ് ആയിരിക്കും, ചിലപ്പം മുൻ അനുഭവങ്ങളായിരിക്കും, ചില ഉദാഹരണങ്ങളായിരിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ ഗുരുക്കന്മാർ പോലും ഈ പാരബിൾസ്, ചില ഉദാഹരണങ്ങൾ വെച്ചിട്ട്, ജീവിതാനുഭവങ്ങൾ വെച്ചിട്ട്, അവർ കഥകൾ വെച്ചിട്ട് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കഥ പറയുന്ന ഗുരുവിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ടാണല്ലോ പല ഗുരുക്കന്മാരും ആശയ സംവേദനം നടത്തുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ചില ഇമേജിനോടും അനുഭവങ്ങളോടുമൊക്കെ ചേർത്ത് പഠനത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു കല തന്നെയല്ലേ? അത്തരത്തിലാണ് ഈ പഠനത്തെ മെനയേണ്ടത്. മൂന്നാമത്തെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം മോട്ടിവേഷൻ്റെ പ്രശ്നമാണ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ആരെങ്കിലും ഒന്ന് തള്ളിവിട്ടിരുന്നേ കൊള്ളായിരുന്നു, ഒന്ന് പഠിപ്പിച്ചേ കൊള്ളായിരുന്നു, ഞാൻ പഠിച്ചു തന്നെ എന്നോടൊന്ന് ചോദിക്കാമോ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. വളരെ ശരിയാണ്. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളവർക്കെല്ലാം ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങിക്കുന്ന ഒരു മോട്ടിവേഷനല്ല, മറിച്ച് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട അവർ പഠിക്കുന്ന വിഷയത്തിലൂടെ അവർക്ക് കിട്ടേണ്ട ഉയർച്ചയെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട തൊഴിലിനെക്കുറിച്ച്, അങ്ങനെയാണെങ്കിലുള്ള ജീവിതത്തിലെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള വികാസത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചുമൊക്കെ ഒരു ബോധ്യം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. ജോലി ചെയ്യുന്നവർക്കും അത് ആവശ്യമാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറയും, മോട്ടിവേഷൻ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഒത്തിരി സ്വാധീനിക്കപ്പെടുന്നുണ്ട് ആളുകൾ. ആ വാക്കിൽ തന്നെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കതില്ലാതെ പോകരുത്. ഭാവിയെക്കുറിച്ച്, അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് നല്ലൊരു ഓർമ്മപ്പെടുത്തൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഗുരുസ്ഥാനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ പഠനങ്ങളോടെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. നമസ്തേ.